എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓൾഡ് ഷർട്ട് കൊണ്ട് ഒരു ബേബി ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഓപ്പണാണ്. നമ്മൾ ഷർട്ടിൻ്റെ ആ ഓപ്പൺ ഉണ്ടല്ലോ, ആ ഓപ്പൺ അങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിക്കാണ്. ഫ്രണ്ട് ഫുള്ള് ഓപ്പണ്. ഇതിൻ്റെ കൈ ഒരു പഫ് കൈയാണ് വരുന്നത്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഷർട്ട് അതുപോലെ കറക്റ്റായി ബട്ടൺസൊക്കെ ഇട്ടുകൊണ്ട് കറക്റ്റായി നിവർത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു ടീഷർട്ട് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ഷർട്ടോ അതോ ടീഷർട്ടോ എന്തോ വെച്ചുകൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ മാർക്ക് ചെയ്തു, റിഗാളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ ഈ ഷേപ്പിൻ്റെ ഈ ടീഷർട്ടിൻ്റെ അതേ ആകൃതിയിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. ഇതുപോലെ റിഗാളൊക്കെ ഇങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അടിഭാഗത്ത് ഫ്ലയറിലാണ് പോകുന്നത്, ലൂസിലാണ്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തു. ലൂസിലായിട്ടാണ് പോകേണ്ടത്, ടോപ്പല്ലേ. അങ്ങനെ ടീഷർട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇനി ഇത് കട്ട് ചെയ്യണം. ഞാനിത് കട്ട് ചെയ്യണത് ഈ ടീഷർട്ടിൻ്റെ കറക്റ്റ് അളവിലാണ് ഞാൻ കട്ട് ചെയ്യണത്. നിങ്ങളിത് കട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു അളവ് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ അളവ് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു അരഞ്ച് വിട്ടിട്ട്, അതായത് അടിക്കാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പടക്കം കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. കൂട്ടിയിട്ട് കട്ട് ചെയ്യണം. നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അരഞ്ച് തുമ്പ് എല്ലാ ഭാഗത്തേക്കും കൂടുതൽ വെച്ചിട്ട് കട്ട് ചെയ്യണം. എനിക്കിതിൻ്റെ അളവ് കറക്റ്റ് മതി. കാരണം ഞാൻ എൻ്റെ അളവുണ്ടല്ലോ ഈ ടീഷർട്ട് അത് ലൂസാണ്. അപ്പോൾ ആ അളവിൽ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് അടിച്ചാൽ ആ കുട്ടിക്ക് കറക്റ്റ് ഫിറ്റിങ്സ് ആകാരം. അപ്പോൾ അതുകൊണ്ടാണ് ആ ടീഷർട്ടിൻ്റെ അതേ അളവിൽ കറക്റ്റ് ഞാൻ കട്ട് ചെയ്യണത്. നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണോ അളവ് വെക്കുന്നത് വെച്ചാൽ അളവിനെയും കാട്ടിലും ഒരു അരഞ്ച് എല്ലാ ഭാഗത്തേക്കും തുമ്പ് കൂടുതലിടുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ അടിഭാഗം ഓൾറെഡി അടിച്ചിക്കണം. ഷർട്ടിൻ്റെ അടിഭാഗമല്ലേ, അത് അടിച്ചുകൊണ്ടാണ്, അവിടെ നമ്മളൊന്നും ചെയ്യണില്ല. അങ്ങനെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒപ്പല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീർത്തിയിടുക. എന്നിട്ട് കഴുത്ത് മാർക്ക് ചെയ്യണേ. ഇതുപോലെ ഒരു കഴുത്ത് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ടുമ്മയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിയിൽ ബാക്കും കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഈ അളവിൽ കട്ട് ചെയ്യുക. ഫ്രണ്ടിൻ്റെ കഴുത്ത് കുറച്ച് കൂടുതൽ ഇറങ്ങി കിടക്കും, ബാക്കിൻ്റെ കുറച്ച് കുറവാകാരം. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് മാത്രം കഴുത്ത് മാർക്ക് ചെയ്തിട്ട് ആ ഫ്രണ്ടിൻ്റെ കഴുത്ത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി അടുത്തത് ബാക്ക്. അതിൻ്റെ അടിഭാഗത്ത് ബാക്ക് ഉണ്ട്. ആ ബാക്ക് കുറച്ച് ഒരു ഇഞ്ച് മറ്റേ ഫ്രണ്ടിനെയും കാട്ടിലും കമ്മിയാക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ടിൻ്റെ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള കഴുത്താണ്, ബാക്ക് കുറച്ച് കയറിക്കും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു കൈ കട്ട് ചെയ്യണം. അതായത് നമ്മൾ ഷർട്ടിൻ്റെ കൈ കട്ട് ചെയ്തെടുത്തോളൂ ഇതേപോലെ. എന്നിട്ട് അതിൻ്റെ കഫിൻ്റെ ഭാഗം മുറിച്ച് ഒഴിവാക്കുക കേട്ടോ. രണ്ട് കൈയും ഇതുപോലെ നിർത്തി വെച്ചിട്ട് കഫിൻ്റെ ഭാഗം മുറിച്ച് ഒഴിവാക്കുക. എന്നിട്ട് ഈ കൈയിൻ്റെ സൈഡിൽ ജോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ ജോയിൻറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ടിട്ട് കട്ട് ചെയ്യുക. ജോയിൻറ്റ് കറക്റ്റ് ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നീർത്തി വെക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ കൈയും ആ ജോയിൻറ്റിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇതുപോലെ രണ്ട് കൈയും നീർത്തി വെക്കുക. രണ്ട് കൈയും ഒപ്പം വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് അവിടെയൊക്കെ ലെവലാക്കി വെക്കണം. തുമ്പൊക്കെ എല്ലാ ഭാഗത്തും ലെവലായി കിടക്കണം. എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഒപ്പം കട്ട് ചെയ്യുക. ലെവലിക്കിന് കട്ട് ചെയ്യുക. അപ്പോൾ 2 പീസ് ഉണ്ട്, രണ്ട് കൈയും കൂടെ 2 പീസ്. എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തു ഇതേപോലെ. ഇപ്പോൾ 2 കൈ കിടക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിന് ആവശ്യമുള്ള 2 കൈയും ആവും. നമ്മൾ ഈ കട്ട് ചെയ്യേണ്ട കൈ പഫ് കൈയാണ്. അപ്പോൾ അതിൻ്റെ റിഗാളിൻ്റെ അവിടെ കുറച്ച് ഷേപ്പ് കൂടുതൽ വരും. ഇതേപോലെ വരും, ഷേപ്പ് കുറച്ച് കൂടുതൽ വരും സാധാ കൈയിനെയും കാട്ടിലും. പിന്നെ കൈയിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് ഇതുപോലെ കറക്റ്റായി കട്ട് ചെയ്യുക. തുമ്പൊക്കെ ഒപ്പാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കണം. ഒരു വെട്ടിട്ട് കൊടുത്തു. അതേപോലെ ഇത്ര വ്യത്യാസത്തിൽ ഒരു വെട്ടിട്ട് കൊടുത്തു. അതേപോലെ ഇനി 2 കൈയും നീർത്തി വെക്കുകയാണ്. ഈ 2 വെട്ട് എന്തിനാണ് ഇട്ടുകൊണ്ട് വെച്ചാൽ ഈ വെട്ട് മുതൽ ഈ വെട്ട് വരെ പ്ലീറ്റ് ഇടും. അതേപോലെ ഈ വെട്ട് മുതൽ ഇതുവരെയും പ്ലീറ്റ് ഇടുകയാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ്.
ഇത് ടോപ്പിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഈ ബട്ടൺസ് വരുന്നതാണ് ടോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം, ഫ്രണ്ട്. എന്നിട്ട് ഇതേ എങ്ങനെ വെച്ചാൽ ഇതേപോലെ വെക്കുക. എന്നിട്ട് ഈ ഷോൾഡർ ഇതേപോലെ ജോയിൻ്റ് ചെയ്യണേ. രണ്ട് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷോൾഡർ ഒപ്പം വെച്ചുകൊണ്ട് ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ രണ്ട് ഷോൾഡർ ഒപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ അതുപോലെ വരുന്നു. മറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കഴുത്ത് പൈപ്പ് ചെയ്യാണ്. അതിനൊരു 1.25 ഇഞ്ച് വീതിയിലൊരു പീസ് എടുത്തിക്കണം. ഒരു ക്രോസ് പീസാണ്, ഒരു ബ്ലാക്ക് പീസാണ് എടുത്തിരിക്കുന്നത്. അത് ക്രോസാണ്. ആ പീസിൻ്റെ ഒരു ഭാഗം മടക്കി ഫോൾഡ് ചെയ്തടിച്ചിട്ടുണ്ട്. മറ്റേ ഭാഗം ഈ കഴുത്തിൻ്റെ തുമ്പും ഇതുപോലെ ഒപ്പം വെച്ചുകൊണ്ട് ഒരേ വീതിയിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് റൗണ്ടിൽ അടിച്ചു പോരും കേട്ടോ. അത് പൈപ്പ് ചെയ്യാൻ, അതായത് കഴുത്ത് പൈപ്പ് ചെയ്യാനാണ്. അത് ഈ ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. എന്നിട്ട് ഉൾവശത്തേക്ക് മറിക്കുകയാണ് കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് ഒരേ വീതിയിൽ അടിച്ചു പോരുക. എന്നിട്ട് ഇതുപോലെ വരും. ആ ബ്ലാക്ക് പീസ് കുറച്ച് തള്ളി നിൽക്കും കേട്ടോ ടോപ്പുമെന്ന് ഫസ്റ്റ് തുടങ്ങേണ്ട ഭാഗത്ത്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറിയ വരെ വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ആ കുറച്ച് തള്ളിക്കേണ്ട പീസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക ഉൾഭാഗത്തേക്ക്. എന്നിട്ട് ആ കറുപ്പ് പീസിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആ ബ്ലാക്ക് പീസിന് ചാരി സ്റ്റിച്ച് ചെയ്യുക. ആ ബ്ലാക്ക് പീസ് നമുക്ക് കയറാൻ പാടില്ല. അങ്ങനെ ആ കഴുത്ത് ഫുള്ളായിട്ട് റൗണ്ടിൽ പൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേ വീതിയിൽ അടിക്കണം. അപ്പോഴേ നമുക്ക് പൈപ്പ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ വീതി കിട്ടുള്ളൂ. അങ്ങനെ അത് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ അതുപോലെ വരും. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിടക്കുള്ളൂ. ഇനി ഇതിൻ്റെ കൈയാണ്. ഇത് പഫ് കൈയാണ്. ഇത് ഈ വെട്ടിട്ടിരിക്കണത് ഈ വെട്ട് മുതൽ ഈ വെട്ട് വരെ പ്ലീറ്റ് ഇടുകയാണ്. അങ്ങനെ കറക്റ്റ് ആ വെട്ടുന്ന തന്നെ കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ട് പോരും കേട്ടോ. ഒരേപോലത്തെ പ്ലീറ്റ് ഇടുക. ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് പോന്നാൽ മതി. അങ്ങനെ ആ വെട്ട് വരെ പ്ലീറ്റ് ഇട്ടു. എന്നിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ റിഗാളിൻ്റെ മുകളിൽ ഈ വെട്ട് മുതൽ ഈ വെട്ട് വരെ പ്ലീറ്റ് ഇടുക. ഫുള്ളായിട്ടും പ്ലീറ്റ് ഇടുക കേട്ടോ. നമ്മളിതിൻ്റെ അടിഭാഗത്ത് ഇട്ടില്ലേ അതേ വലുപ്പത്തിലുള്ള പ്ലീറ്റ് തന്നെ ഇടുക. മുകളിലും രണ്ടും സെയിം വലുപ്പത്തിലുള്ള പ്ലീറ്റ് ഇടുക. അത് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് പോന്നു. അപ്പോൾ കയ്യിൻ്റെ റിഗാളിൻ്റെ അവിടെയും ബോട്ടത്തിൻ്റെ അവിടെയും ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ടു. ഇനി കയ്യിൻ്റെ ബോട്ടന് പൈപ്പ് ചെയ്യാണ് കേട്ടോ. ഒരു 1.25 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തുകൊണ്ട് ആ പീസിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തടിച്ചിട്ടുണ്ട്. ആ അടിക്കാത്ത ഭാഗം കയ്യിൻ്റെ ബോട്ടനും ഒപ്പം വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു വീതിയിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടിച്ചു പോരുക. എന്നിട്ടത് ഉൾഭാഗത്തേക്ക് ഇതുപോലെ മുറിച്ചുകൊണ്ട് കറക്റ്റായിട്ട് പൈപ്പ് ചെയ്യുക കേട്ടോ. ആ ബ്ലാക്ക് പീസിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആ കൈ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ കറക്റ്റായിട്ട് വരും. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കൈയും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ്, പ്ലീറ്റ് ഇടുക. ഇനി ഇത് ഈ കൈ ഈ ബോഡിമേ ഫിറ്റ് ചെയ്യാണ്. ഈ കൈയിൻ്റെ ഈ തുമ്പ് ഒപ്പം വെച്ചുകൊണ്ട് കൈയിൻ്റെ സെൻറ്ററിൽ വെട്ടിടുക. ആ പ്ലീറ്റിൻ്റെ സെൻറ്ററിൽ വെട്ടി വരും. ആ വെട്ടും ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ഈ ജോയിൻറ്റും ഒപ്പം വരണം. ഇതേപോലെ അടിച്ച് വരുമ്പോൾ ഒപ്പം വരണം. എന്നിട്ട് അങ്ങനെ ഒപ്പം വെച്ചുകൊണ്ട് ഒരു തലക്കുന്ന് അടിച്ച് പോരുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് പോരുക. ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ വരും. അതേപോലെ തന്നെ രണ്ടാമത്തെ കൈയും രണ്ട് തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് സെൻട്രലിൽ മാർക്ക് ചെയ്തു. ആ മാർക്കിങ്ങും ഷോൾഡറിൻ്റെ ജോയിൻറ്റും ഒപ്പം വരുന്ന രൂപത്തിൽ ആ കൈയും ആ ബോഡിൻ്റെ പീസും ഒരു തലക്കുന്ന് അടിച്ചു പോരുക. അതും അടിച്ചെടുത്തു കേട്ടോ. ഇനി ഇതിന് സൈഡ് മൂട്ടുകയാണ്.
ഇതേപോലെ ഈ ബാക്കും ഫ്രണ്ടും ഒപ്പം വെക്കുക കേട്ടോ. ഒപ്പം വെച്ചിട്ട് അടിഭാഗമൊക്കെ ലെവലാക്കി ഒപ്പം വെക്കുക. എന്നിട്ട് കൈ 2 തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ മൂട്ടിപ്പോരുകയാണ്. അരഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോരുട്ടോ ഫുള്ളായിട്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം കയ്യിൻ്റെ 2 തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് സൈഡ് ഇതുപോലെ അടിച്ചു പോരുക. അങ്ങനെ തുമ്പ് ഒപ്പം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇത് മറിക്കുകയാണ്. ഇത് അപ്പുറം മറിച്ചു. ഈ ഫസ്റ്റത്തെ ബട്ടൺസ് വെക്കാണ്ട് അതവിടെ ആ ബട്ടൺസ് എടുത്ത് മാറ്റിയിരുന്നു. ആ കഴുത്ത് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബട്ടൺ എടുത്തിരുന്നു. ആ ബട്ടൺസ് അവിടെ വെച്ച് കൊടുക്കണം. അത്രേ ഉള്ളൂ. നമ്മളെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.